ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ചാനലിൽ മലയാളത്തിലാണ് ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ NCET എന്ന് പറഞ്ഞൊരു എക്സാമും അതുപോലെ BSc B.Ed എന്ന് പറയുന്നൊരു കോഴ്സും ഉണ്ടെന്ന് പലർക്കും അറിയില്ല. അത് എന്താണ്, ഇത് എന്തിനാണ്, ഇതെടുത്ത എന്താണ് ഗുണം, ഇത് ഏതൊക്കെ കോളേജുകളിലുണ്ട്, അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ വളരെ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ ക്രാക്ക് NCETയുടെ ഭാഗമായിട്ട് പല ഭാഷകളിൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സീരീസിലുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഗോകുൽ വിനായക്, IIT ഖരഗ്പൂരിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ഞാൻ BSc B.Ed എന്ന് പറഞ്ഞ കോഴ്സാണ് ചെയ്യുന്നത്. ഡബിൾ മേജറിങ് ഇൻ കെമിസ്ട്രി ആൻഡ് എഡ്യൂക്കേഷൻ വിത്ത് മൈനർ ഇൻ എക്കണോമിക്സ്. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ IIT ഖരഗ്പൂരിലെ ക്യാമ്പസിൽ തന്നെയാണ്. അപ്പോൾ ഈ വട്ടം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ ഞാൻ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ പെർസ്പെക്റ്റീവ്, ഒരു തേർഡ് ഇയർ പെർസ്പെക്റ്റീവ് മാത്രമാണ് നിങ്ങൾ കാണും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഇയറിനും ഫസ്റ്റ് ഇയറിനും ഓരോരോ അനഘമാരെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാം. ഹായ് ഗൈസ്, എൻ്റെ പേര് അനഘ രാജീവ്. ഞാനിവിടെ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. കെമിസ്ട്രിയാണ് മേജർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയിട്ടും ക്യാമ്പസിനെ പറ്റിയിട്ടും ഒക്കെ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ അറിഞ്ഞിടത്തോളം എനിക്കൊരുപാട് ഇഷ്ടമായി. പ്രതീക്ഷിച്ച ആ ഒരു നിലവാരത്തിൽ തന്നെയുള്ള എഡ്യൂക്കേഷനും അതുപോലെ തന്നെ പ്രൊഫസേഴ്സും ക്ലാസ്സും എല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. ഹലോ ഗായ്സ്, എൻ്റെ പേര് അനഘ എസ് നായർ, നമ്മുടെ അനഘ രാജീവിനെ പോലെ തന്നെ. ഞാനിവിടെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഞാൻ മേജർ ഇൻ ഫിസിക്സ് ആൻഡ് മൈക്രോ സ്പെഷ്യലൈസേഷൻ ഇൻ ബയോമെഡിക്കൽ ഡിവൈസസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് എടുത്തിരിക്കുന്നത്. സോ ഇപ്പം എൻ്റെ മൈക്രോ സ്പെഷ്യലൈസേഷൻ കേട്ടപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, അനഘയുടെ കേട്ടപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, ഗോകുലേട്ടൻ്റെ കേട്ടപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഡിഫറെൻ്റ് ആസ്പെക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കതിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ പരിപാടി, അതായത് ഈ BSc B.Ed എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇത് തുടങ്ങുന്നത്, നിങ്ങൾ ചിലവരൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ സംഭവം 2020 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പ്രാധാന്യം കൊടുത്തുന്ന ഒന്നാണ്, നമ്മുടെ രാജ്യത്ത് ക്വാളിറ്റി ടീച്ചേഴ്സിൻ്റെ എണ്ണം കൈൻഡ് ഓഫ് കുറവാണ്. അതുപോലെ ഈ എൻട്രൻസ് എക്സാമിൻ്റെ കൾച്ചർ ഭയങ്കര ഒരു മാതിരി ടോക്സിക് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോളിസി തലത്തിൽ വന്ന ഒരു റെക്കമെൻഡേഷനാണ് BSc B.Ed എന്ന് പറഞ്ഞ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ്. മറ്റ് പല രാജ്യങ്ങളിലും മുമ്പ് തന്നെ, ഉദാഹരണം പറഞ്ഞപ്പോൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലൊക്കെ മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ടീച്ചിങ്ങും അതുപോലത്തെ ഒരു സബ്ജക്റ്റും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ ഒരു രൂപമാണ് ഈ BSc B.Ed എന്ന് പറയുന്നത്. NCERTയുടെ തന്നെ റീജിയണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന RIESൽ ഇത് കുറേ കാലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ആളുകളുടെ എണ്ണം കൂട്ടാനും കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടാനും IIT, NIT അതുപോലെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത് തുടങ്ങാനുള്ളൊരു ശുപാർശ പോകുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തുടങ്ങിയ 2 IITകളിലൊന്നാണ് IIT ഖരഗ്പൂരും IIT ഭുവനേശ്വറും. പിന്നെ നമ്മുടെ NIT കാലിക്കറ്റും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ മാതിരി ഡബിൾ മേജറാണ്. ഒന്ന് എഡ്യൂക്കേഷൻ ഉണ്ടാവും, പിന്നെ ഒരു സയൻസ് വിഷയത്തിലുണ്ടാവും. ഇപ്പോൾ NITകളിലാണെങ്കിൽ 3 വിഷയമാണുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. നമ്മൾ IITകളിലേക്ക് വരുമ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു വിഷയം കൂടിയാണ്. അങ്ങനെ മൊത്തം 4 വിഷയങ്ങൾ. പിന്നെ ഇതേപോലെ മൈനർ എടുക്കാം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ കോഴ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നൊരു അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്ക് BSc B.Edനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എനിക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചെറിയ ടോപ്പിക്കിലേക്ക് ഇത് ഒതുങ്ങി നിൽക്കുന്നില്ല. നമുക്ക് എഡ്യൂക്കേഷനിലായാലും പ്യുവർ സയൻസിലായാലും സെപ്പറേറ്റ് റിസർച്ചിനുള്ളൊരു സ്കോപ്പുള്ളൊരു കോഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സാധ്യതകൾ തുറന്നു നൽകുന്നൊരു കോഴ്സ് തന്നെയാണിത്. BSc B.Ed എന്ന് പറയുന്ന ഒരു ഡിഗ്രീൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സ്ഥായി എക്സ്പ്രഷൻ ഉണ്ട്, ടീച്ചർ ആവാനല്ലേ, ഇതിനെന്താണ് ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉള്ളത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ടീച്ചർ ആകണം അല്ലെങ്കിൽ റിസർച്ച് ചെയ്യണം അങ്ങനെ ഒരു മനസ്സിൽ തന്നെയാണ് ഞാനും ഇവിടേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ എത്തി കോഴ്സ് പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് തലങ്ങളിലെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞതും, എനിക്ക് എൻ്റെ സീനിയേഴ്സിൽ നിന്നും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സീനിയേഴ്സിൽ നിന്നും പുറത്തുള്ള സീനിയേഴ്സിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം BSc B.Ed എന്ന് പറയുമ്പോൾ പ്യുവർ സയൻസിൽ, ഞാനിപ്പോൾ ഫിസിക്സാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഫിസിക്സിലും എഡ്യൂക്കേഷനിലും മാത്രം ഒതുങ്ങി നിൽക്കാണ്ട്
ഇപ്പോൾ നാനോ ടെക്നോളജിയോ അതുപോലെ തന്നെ ബയോമെഡിക്കൽ ഡിവൈസസോ അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സിലും എനിക്ക് അറിവ് നേടാനായിട്ട് സാധിക്കുന്നു. ഇതിപ്പോൾ ഒരു ടീച്ചിങ് ആസ്പെക്ട് അങ്ങനെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവം കൂടെ അല്ല. റിസർച്ചിനായിരുന്നാലും ഇനി ബിസിനസ് ഫീൽഡിലായിരുന്നാലും കൺസൾട്ടിങ്ങിനായിരുന്നാലും നമ്മുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് നമുക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് കൂടിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, അപ്പോൾ BSc-BEd കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഇപ്പോൾ ആദ്യം ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഫസ്റ്റ് വരുന്ന ചോദ്യം ഇത് കഴിഞ്ഞ് എന്ത് ജോലി കിട്ടും, എത്ര രൂപ ശമ്പളം കിട്ടും എന്നൊക്കെ ആയിരിക്കും. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, പേടിക്കണ്ട. അപ്പോൾ അതിനു മുമ്പ് ഈ എക്സാമിനെ കുറിച്ച് കൂടി സംസാരിക്കണം. കാരണം കുറേ പേര് ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചത് അഡ്വാൻസ് വഴി തന്നെയാണോ, അങ്ങനെയൊക്കെ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിന് വേണ്ടിയിട്ട് വേറൊരു എക്സാം ഉണ്ട്, NCET, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാം 2023 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ടാവില്ല. ലൈക്ക് ഞാനും ഈ എക്സാം എഴുതിയത് ഭയങ്കര ഒരു കോമഡിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു റിപ്പീറ്റ് ചെയ്ത ആളാണ്. ഞാൻ JEE അഡ്വാൻസിൻ്റെ ഒരു ബാച്ചിൽ കേരളത്തിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കോച്ചിങ് സെൻറ്ററിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങനെ വീട്ടിൽ വന്നൊരു വെക്കേഷനല്ല, അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ, അഡ്വാൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ഞാനിങ്ങനെ പത്രം വായിക്കുമ്പോൾ ജസ്റ്റ് ഒരു ന്യൂസ് കണ്ടതാണ്. മനോരമയുടെ ഈ സിനിമയുടെ ഒക്കെ സൈഡിൽ ഇങ്ങനെ എഡ്യൂക്കേഷൻ്റെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ആ ഒരൊറ്റ പത്രവാർത്ത കാരണമാണ് ഞാൻ ഈ ഒരു പരീക്ഷ പോയി എഴുതിയത്. അത് എഴുതുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ലൈക്ക് ഇപ്പോൾ അഡ്വാൻസിലൊക്കെ നമുക്കറിയാലോ, ലൈക്ക് അതിനാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ വീട്ടുകാരൊക്കെ 2 ദിവസം മുമ്പ് തന്നെ സംഭവങ്ങളൊക്കെ എടുത്തില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഇത് ആരും കേട്ടിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നടക്കുന്നത്. ഞാൻ ജസ്റ്റ് കണ്ടു, കൊടുത്തിട്ടു. ഈ എക്സാമിന് ഞാൻ പോകുമ്പോൾ തന്നെ ലൈക്ക് വീട്ടുകാർ ഭയങ്കര എക്സാം എഴുതാൻ പോകുന്നുള്ളൊരു മൈൻഡൊന്നുമില്ല, ഏതോ ഒരു എക്സാം ഇന്ന് പോകുന്നു എന്നുള്ളൊരു മൈൻഡായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയത് തന്നെ ലൈക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കിട്ടിയൊരു സെൻറ്റർ എറണാകുളത്തെ ഏതോ ഒരു കുറച്ച് ഉള്ളിലേക്കുള്ള സെൻറ്റർ ആയതുകൊണ്ട് കുറേ എൻ്റെ ഫ്രണ്ട്സ് വന്നില്ല. പക്ഷെ അപ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, ലൈക്ക് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങണേ പോലെ ആ ഒരു മൈൻഡിൽ പോയതാണ്. അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, നിനക്ക് സ്ഥലമൊക്കെ അറിയോ, നീ അവിടെ എത്തുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലുലുമാളിൽ പോയിട്ടൊരു സിനിമ കണ്ടുവരാൻ എറണാകുളത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആ ഒരു ലാഘവത്തോടെ പോയിട്ട് പരീക്ഷ എഴുതുമ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ പോകുമ്പോൾ മൊത്തം അറിയില്ലായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടെന്ന് എനിക്കറിയാൻ കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊന്നും ഞാൻ അങ്ങനെ കെയർ ചെയ്തിട്ടില്ല. പക്ഷേ നോക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ട്, അതിൻ്റെ ഒപ്പം വേറെ 4 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. കൊടുത്തിട്ടുണ്ടായിരുന്നു, മലയാളം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, ജനറൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എന്താണെന്ന് പോലും അറിയാതെ ഭയങ്കര ഒരു സിമ്പിളായിട്ട് എഴുതിയ ഒരു പരീക്ഷയായിരുന്നു ഇത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഈ സംഭവം അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി മറ്റേ JEE അഡ്വാൻസിന് പഠിച്ചുകൊണ്ട് PCM-ന് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കി സബ്ജക്റ്റിൽ നമ്മൾ തീരെ നോക്കിയിട്ടില്ല. മലയാളത്തിനൊക്കെ അത്യാവശ്യം മലയാളമൊക്കെ പേപ്പർ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം എൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോഴാണ് അത്യാവശ്യം മാർക്കുണ്ട്, കുഴപ്പമില്ല, നോക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ IIT ഉള്ളത് നോക്കി. പക്ഷേ ഇതിന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജോസ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലത്തായിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് എല്ലാ IIT-യിലേക്കും പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ IIT ഖരഗ്പൂരിൻ്റെ സൈറ്റ് എടുത്ത് നോക്കും. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് കണ്ടു, കൊടുത്തു. ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലൈക്ക് ഓക്കെ, എൻ്റെ അതിന് മുമ്പുള്ള സ്റ്റോറി പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റിപ്പീറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് 97% അടുത്തായിരുന്നു JEE മെയിൻസിന്. അഡ്വാൻസ് അത്ര നന്നായിട്ട് പോയില്ല. അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ഇവിടെ NIT ദുർഗാപൂർ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു അങ്ങനെ വെസ്റ്റ് ബംഗാളിലേക്കൊന്നും പോകണ്ട, അത്രയും ദൂരമൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ CET ലൈക്ക് തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിലൊരു അഡ്മിഷൻ എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ആഴ്ച സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇവിടുന്നൊരു ഓഫർ ലെറ്റർ വരുന്നത്. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഇത് എന്താ ചെയ്യേണ്ടത്, എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഒരു മൈൻഡിലായിരുന്നു. പക്ഷേ ഒരു റിസ്ക് എടുത്തു, ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതാണ് എൻ്റെ സ്റ്റോറി, എങ്ങനെയാണ് ഞാൻ ഈ പരീക്ഷയെക്കുറിച്ച് കേട്ടത്, എങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിലേക്ക് എത്തിപ്പെട്ടതെന്നൊക്കെ. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി നമുക്ക് അടുത്തൊരു ഭാഗത്ത് സംസാരിക്കാം. ഇനി ഇവരെങ്ങനെയാണ് ഈ എക്സാമിനെ കുറിച്ച് കേട്ട് നോക്കാം. അപ്പോൾ ഞാൻ വളരെ ഒട്ടും പ്രതീക്ഷിക്കേണ്ടാണ് ഞാൻ സയൻസ് എന്ന് പറയുന്നൊരു സ്ട്രീമിലേക്ക് എത്തുന്നത് എൻ്റെ 11th-12th. അപ്പോൾ ചെറുതിലോട്ട് എനിക്ക് ടീച്ചറാണെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സയൻസിലേക്ക് കയറി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ സയൻസ് എടുക്കുന്നുള്ള കാര്യം. അപ്പം ആ ഒരു സ്ട്രീമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര കൺഫ്യൂഷനായി. കാരണം കൂടെയുള്ളവരൊക്കെ ആ പാടെ സംസാരിക്കുക ചെയ്യുക നീറ്റിനെ പറ്റിയിട്ട് മാത്രമാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും 12th കഴിഞ്ഞപ്പോഴത്തേക്കും JEEയുടെ കോച്ചിങ്ങിന് പോയി.
അപ്പോൾ ഒരു പ്ലാനും ഇല്ലായിരുന്നു ആക്ച്വലി കരിയറിനെ പറ്റിയിട്ട്. പിന്നെ കോച്ചിങ്ങിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ ശരിക്കും ഈ എക്സാമിനെ പറ്റിയിട്ട് കേൾക്കുന്നതും. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ചെയ്യേക്കാളും ബെറ്റർ ഓപ്ഷനായിട്ട് ഇത് തന്നെ തോന്നി. കാരണം ഓൾറെഡി എനിക്ക് ടീച്ചർ ആവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ പഠിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാം എഴുതിയത്. അപ്പോൾ നമ്മുടെ മേജർ അതായത് PCM കൂടാണ്ട് 2 ലാംഗ്വേജ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ജനറൽ ടെസ്റ്റ്, ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് എക്സാമിന് എഴുതാനുണ്ടാവുക. അപ്പോൾ അതിൽ ഒരുവിധം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് IIT ഖരഗ്പൂരിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ +1 +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നീറ്റ് റിപ്പീറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് നീറ്റ് അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റുള്ള മനുഷ്യനായിരുന്നു. നീറ്റ് എടുക്കണം, ഡോക്ടർ ആവണം, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. ബട്ട് സൈഡിൽ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ആഗ്രഹം കൂടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം എൻ്റെ സ്കൂളിൽ എൻ്റെ ഒരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന് പറയാം, ഇപ്പോൾ പുള്ളിക്ക് അറിയാം എൻ്റെ ആഗ്രഹം ഈ പറയണ പോലെ സിവിൽ സർവീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന്. അപ്പോൾ പുള്ളി വന്നിട്ട് എന്നോട് ചോദിച്ചു, അതായത് ഇപ്പം ഞാൻ MBBS എടുക്കുന്നത് എൻ്റെ വീട്ടുകാരെ പ്ലീസ് ചെയ്യാനാണ് അല്ലെങ്കിൽ നാട്ടുകാരെ പ്ലീസ് ചെയ്യാനാണ്, അങ്ങനെ തന്നെ വേണോ, ഈ എല്ലാവരും നടക്കുന്ന വഴിയിൽ കൂടെ നമ്മൾ MBBSലേക്ക് തന്നെ പോകണോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുന്നിൽ വന്നായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും റിപ്പീറ്റ് ചെയ്യല്ലേ, നീറ്റ് എഴുതാം, JEE എഴുതാം, ഐസർ എഴുതാം, കൈ കിട്ടുന്ന എല്ലാ പരീക്ഷ എഴുതാം, ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ അതിൽ പോകും. കാരണം MBBS എന്ന് പറയുന്ന ഒരു ടഫ് ജേണിയാണ്. 5 വർഷം അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ സിവിൽ സർവീസ്, അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ മറ്റൊരു വഴിയിൽ കൂടെ ചിന്തിക്കുന്നത് എന്തായാലും ഒരു നല്ല ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ മറ്റുള്ളവർ നടക്കുന്ന പാത്തിൽ കൂടെ നടക്കാണ്ട് ഒന്ന് വ്യത്യസ്തമായിട്ട് നടക്കാമെന്നും തോന്നി. അങ്ങനെ പിന്നെ ഞാൻ JEE കൊടുത്തു. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും എൻഡിലാണ് നമ്മുടെ NCETന്റെ എക്സാം വരുന്നത്. അപ്പം ആദ്യം അപ്പോൾ ഞാൻ എഴുതിയ ഇയറിലെ പ്രത്യേകത, 2024 NCETന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സാം വന്നിരുന്നത് ജൂണിലാണ്. പക്ഷെ ആ എക്സാം ക്യാൻസൽ ചെയ്തിട്ട് ജൂലൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിലേ ഒക്കെ വന്നിട്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഷിഫ്റ്റ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എഴുതാൻ പോകുന്ന സമയത്ത് ഗോകുലേട്ടനെ പോലെ PCMB മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, ഈവൻ ദോ ഞാൻ ബയോളജി ആണ് റിപ്പീറ്റ് ചെയ്തെന്ന വർഷം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിലും എന്താ പറയുക, ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഒരു സാറും പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്സും അത്യാവശ്യം നന്നായിട്ട് നോക്കി പോകാനായിട്ട് പറ്റി. പക്ഷെ എനിക്കത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ മാത്സിൽ. പിന്നെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, മലയാളം ഉണ്ടായിരുന്നു. മലയാളം ഇംഗ്ലീഷും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതി. പിന്നെ ജനറൽ സയൻസ് ഈ പറയണ പോലെ ഈ ആഗ്രഹം ഉള്ളത് കൊണ്ട് അതും കുറച്ചറിയായിരുന്നു. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പ്യുവർ ലോജിക് വെച്ചാണ് ചെയ്തത്. പക്ഷെ എക്സാം ക്യാൻസൽ ചെയ്തിട്ട് ജൂലൈയിൽ വീണ്ടും ഈ എക്സാം വരുന്ന സമയത്ത് ഞാൻ ഒരു മാസം ഈ എക്സാമിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ PC ഞാൻ കോൺസെൻട്രേറ്റ് ഇല്ല, അതായത് ഫിസിക്സ് കെമിസ്ട്രി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മാത്സ്, അതേപോലെ തന്നെ ജനറൽ സയൻസ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ 3 കാര്യങ്ങളാണ് നോക്കിയിരുന്നത്. അത്യാവശ്യം വൃത്തിക്കൊക്കെ നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. എനിക്ക് ഫിസിക്സ് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ ഫിസിക്സ് വന്നു. അതായത് ഇത് കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം ഇതെല്ലാമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ ഏതെങ്കിലും കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ്, അല്ലെങ്കിൽ MBBS ചെയ്യാൻ നാട്ടിലെവിടെയെങ്കിലും, അല്ലെങ്കിൽ വല്ല CUTയിലോ ഐസറിലോ പോവാം. അങ്ങനെ ഒരു മാനസികാവസ്ഥ നിൽക്കുന്ന സമയമാണ് ഈ സംഭവം കിട്ടുമെന്ന് എനിക്കൊരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. ബട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് വന്ന് IIT ഖരഗ്പൂരിൻ്റെ ഒരു ഓഫർ ലെറ്റർ എനിക്ക് വന്നപ്പോൾ എനിക്ക് വളരെയധികം എന്താ പറയുക സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. കാരണം എടുക്കാൻ പോകുന്ന ഡിഗ്രി അങ്ങനെയുള്ള ഒന്നാണ്. മറ്റുള്ളവർ ഇതിനൊരു ക്ലീശേ സംഭവമായിട്ട് കണ്ടിരുന്ന സമയത്തും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞു തന്നത് വെച്ച് ഇതങ്ങനെയല്ല, നമുക്ക് സയൻസ് പഠിക്കാൻ പറ്റും, കുറച്ച് ഹിസ്റ്ററി അറിയാൻ പറ്റും, അതിനോടൊപ്പം തന്നെ എന്താ പറയുക ഒരു മിക്സ്ചർ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അതേപോലത്തെ ഒരു ഫീലിംഗ് കിട്ടുമെന്ന് എനിക്ക് തോന്നി. അതായത് ഒരു സാധനം